തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. താലൂക്ക് തല അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാരെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. പൊതുവികസനം മാത്രമല്ല, ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി താലൂക്ക് അദാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതാത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും. പൊതുവികസനം മാത്രമല്ല, ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സമയബന്ധിതമായി അല്പസമയം എടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം, പ്രസക്തി ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ പരിപാടി സംസ്ഥാനത്ത് ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു. സമർപ്പിച്ചിട്ടുള്ള പരാതികൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പരിചിതം ചെയ്തുകൊണ്ട് അതാത് മേഖലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് നൽകാൻ സാധിച്ചു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നൽകി. ആ ക്രമീകരണങ്ങളാണ് എല്ലാവരും. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, എല്ലാവരുമുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുക, അത് പരിഹാരം കാണാൻ കഴിയുന്നവർ അപ്പോൾ തന്നെ ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു മുഖ്യാതിഥിയായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM C പത്മേന്ദ്രക്കുറുപ്പ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സേതു, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മിനി, തലശ്ശേരി തഹസീൽദാർ M വിജേഷ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും സ്വീകരിക്കുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. KP മോഹനൻ MLA അധ്യക്ഷനായി.